ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്ത് തന്നതാണ്. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ പ്ലഗ് കിടന്നേറുന്ന പ്ലഗ് വലിയ പഴക്കമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും പ്ലഗ് ഷോർട്ടിങ് ആണ്. ഇത് എന്തെങ്കിലും കുറേ കഴിഞ്ഞ് ഇത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പ്ലഗ് വീണ്ടും സ്റ്റാർട്ടാവും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പുതിയ പ്ലഗ് ഇട്ടിട്ടാണ് റെഡി ആയിക്കണേ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിലവിൽ ഹെഡിനകത്ത് നല്ല രീതിയിൽ കരി കൂടുതലാണ്. എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ കരിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രോബ്ലം വരാം. വീണ്ടും വീണ്ടും ഈ കംപ്ലയിൻറ്റ് ഇതേപോലെ തന്നെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകണമായിരിക്കും നല്ലത് കേട്ടോ. അതല്ലെങ്കിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം കാണിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഇനി വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം ആക്സിലേറ്റർ കൊടുത്തിട്ട് സെൽഫ് അടിക്കുക. സെൽഫ് അടിക്കുമ്പോൾ 1 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ബാറ്ററിക്ക് ദോഷമാണ്. പക്ഷെ എന്നാൽ പോലും അതല്ലാതെ കൊണ്ട് സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എഞ്ചിൻ കംപ്രഷൻ ലീക്കായി പോകണം. ആ കരി വാൽവിൽ വന്നു കഴിയുമ്പോൾ കംപ്രഷൻ കുറഞ്ഞു പോകും. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. ശരിക്കും ഒരു 25,000 തുടങ്ങി 30,000 കിലോമീറ്ററിനുള്ളിൽ ചെയ്യേണ്ട വർക്കാണ്. ഇപ്പോൾ 34,200 ആയിട്ടുണ്ട്. എന്തായാലും അത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി തുടരെ കാണിക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല കേട്ടോ.